ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഹർഷിനിയുടെ മൈൻഡ്ഫുൾ മൊമെന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിശേഷം നിറഞ്ഞ ദിവസങ്ങളാണ് നമ്മൾ മലയാളികളെ കാത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഓണക്കാലം തന്നെയാണ്. ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അനേകം വർണ്ണചിത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പൂക്കളത്തിൻ്റെയും പൂമ്പാറ്റയുടെയും മാവേലി മന്നൻ്റെയും ഓണസദ്യയുടെയും ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പവും സുഹൃത്തുക്കളോടും ഒക്കെ ചെലവഴിക്കുന്ന നല്ല നിമിഷങ്ങളാണ് നമ്മളിൽ ഓടി വരുന്നത്. എന്നാൽ ചില മനസ്സുകളിൽ മാത്രം എന്തുകൊണ്ട് ഓണം സങ്കടത്തിൻ്റെ നിമിഷങ്ങൾ നിറയ്ക്കുന്നു? അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത്. അവർക്ക് പറയുവാൻ അനേകം കാരണങ്ങളും ഉണ്ടാകും. ഒരു ബന്ധം വഷളായതിൻ്റെ കഥകൾ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ചിട്ടും അവരുടെ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് ജീവിതത്തിൽ അവരെ ഒറ്റയ്ക്കാക്കിയതിൻ്റെ കഥകൾ, അല്ലെങ്കിൽ ഒരു കഠിന അസുഖത്തിൻ്റെ കഥകൾ, അല്ലെങ്കിൽ കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കഥകൾ, അതുമല്ലെങ്കിൽ വളരെ പ്രയത്നിച്ചിട്ടും വളരെയധികം അർഹതയുണ്ടായിട്ടും അവരാഗ്രഹിച്ച ജീവിതം അവർക്ക് ലഭിക്കാതെ പോയതിൻ്റെ നിരാശയും ആകാം. പക്ഷേ ആ അത്തരം നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ട്, സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്ന സൈക്കോളജിക്കൽ പ്രോസസ്സിങ്. അതായത് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പിടിക്കാവുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്തോഷവും നമുക്ക് മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഹൈലൈറ്റ്സുമായിട്ട് തങ്ങളുടെ സ്ട്രഗിൾസിനെ ഇവർ താരതമ്യം ചെയ്യും. എന്നിട്ട് സ്വയം ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയില്ല എന്നത്. അത് വളരെ സത്യസന്ധമായ ഒരു ചോദ്യമാണ്. പലപ്പോഴും കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നവർ പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നും, ഇത്രയേറെ വേദനകൾ ഒരു മനുഷ്യായുസ്സിൽ എങ്ങനെ ഇവർക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നു എന്നത്. എന്നാൽ അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. സിനിമാ കഥയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള അതിദുഃഖകരമായ കഥകളായിരിക്കും പലർക്കും നമ്മളോട് പറയുവാനായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തരം ചോദ്യങ്ങളോടോ ഇത്തരം കമ്പാരിസനോടോ യാതൊരു വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. പക്ഷേ അവർ പഠിക്കേണ്ടതായ ഒരു പാഠമുണ്ട്. നമ്മൾ കൗൺസിലിങ്ങിൽ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഇതെല്ലാം ടെമ്പററി ഫേസ് ആണെന്നും ജീവിതത്തിൻ്റെ പ്രത്യാശകൾ നിറഞ്ഞ നിമിഷങ്ങൾ ഇനിയും നമ്മളെ തേടി വരുമെന്നും ഉള്ള സത്യം. ആ സത്യം തന്നെയാണ് ഇവിടെയും നമ്മൾ പ്രയോഗിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനകളെ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് സങ്കടമാണോ വരുന്നത് ആ സങ്കടത്തിനെ വരാനായിട്ട് അനുവദിക്കുക. ഏത് വേദനയിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ആ വേദനയെ നിങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മുന്നിലേക്ക് പോവുക. ഒന്നിനെയും, കഴിഞ്ഞുപോയ നിമിഷങ്ങളെയോ ഒന്നിനെ തന്നെയും നിങ്ങൾ കുറ്റപ്പെടുത്താതെ എന്താണോ ഇപ്പോൾ ഉള്ളത് അത് മാത്രമായിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു ആഘോഷം മറ്റുള്ളവരെ പോലെ ഒന്നും നിങ്ങൾ ആഘോഷിക്കുവാൻ ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് സാധിക്കുമോ അത് മാത്രം, ഒന്നും വേണ്ട. കുറച്ചു നേരം നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിച്ചാൽ അത് തന്നെ ഒരു വലിയ ആഘോഷമായി മാറുന്നു. ഓർക്കുക, എല്ലാവർക്കും ഓണമുണ്ട്. അത് ഓരോ തരത്തിലായിരിക്കും. ഓരോ മനസ്സിനും അതിൻ്റേതായ ഓണം തീർച്ചയായും ഉണ്ടാകും.